എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമുക്കിതിൽ ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളിത് കുക്കറിലൊന്നുമല്ല തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് എടുക്കുമ്പം അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള 4 ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പിടി മല്ലിയിലയും അതുപോലെ 1 പിടി പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇത്രയും പൊടികൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ മീഡിയം സൈസുള്ള 3 സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂനട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന റൈസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനൊരു 3 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ അടുപ്പത്ത് ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് അരി വേവിച്ചിട്ട് കോരിയെടുക്കുകയല്ലേ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴുകുമ്പോൾ നമ്മളൊരു 6-7 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോഴാണ് അതിലെ ആ സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് പോകുള്ളൂ. ഇനി നമുക്ക് അരി അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ചിക്കനൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യ് ബാക്കിയുണ്ടായിരുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീ ഇനി നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കൻ ആയതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കൻ ഈ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി മറ്റേ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ അടുപ്പിലേക്ക് ഇനി നമുക്ക് അരിക്ക് വേണ്ടുന്ന വെള്ളം വെച്ച് കൊടുക്കാം. ഇതിനി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, 4 ഏലക്ക, 5 ഗ്രാമ്പൂ ഇത്ര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 1/2 മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ അരികൾ തമ്മിലധികം ഒട്ടിപ്പിടിക്കാതെ എല്ലാം വിട്ട് വിട്ട് കിട്ടും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചോറ് ഒരു 1/4 ഭാഗത്തോളം വേവായി വരുമ്പോഴേക്കും ഇതൊരു ഓട്ടപാത്രത്തിലേക്ക് ഒന്ന് ഊറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ദമ്മിടുന്ന സമയത്ത് നമ്മുടെ ചോറാകെ വെന്ത് കുഴഞ്ഞു പോകും. ഇപ്പം നമ്മുടെ ചോറ് ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഓട്ടപാത്രത്തിലേക്ക് ഒന്ന് കോരിയെടുക്കാം. ഇതിലും കൂടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആകെ വെന്ത് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം. അപ്പോൾ നമുക്ക് അടപ്പ് തുറന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അധികം വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് ആകെ കുഴഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കളർ ചേർക്കണമെങ്കിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരം നമുക്ക് കുറച്ച് പാലിൽ മഞ്ഞൾ പൊടി കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം വീണ്ടും അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് വീണ്ടും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ കളർ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഓരോ ഹോളുകളാക്കി കൊടുക്കാം. ആവി പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, മൊത്തം കരിഞ്ഞും പോകും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സൈഡിൽ നിന്ന് കുറച്ച് ചോറ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ചോറും കറിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.